റെഡി ആയിട്ട് ഒരു കല്യാണത്തിന് പോവുകയാണ്. നമ്മുടെ കൂടെ ബിടെക്കിന് പഠിച്ചൊരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ മോൾ അംഗനവാടി പോയി ഞാനും ഏട്ടനും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മൾ രണ്ടാളും ബിടെക്കിന് ഒരുമിച്ച് പഠിച്ചതുകൊണ്ട് കുറേ ഫ്രണ്ട്സൊക്കെ നമ്മുടെ മ്യൂച്വൽ ഫ്രണ്ട്സാണ്. അതുകൊണ്ട് കല്യാണത്തിന് പോകുമ്പോൾ നല്ല രസമാണ്. നമ്മുടെ രണ്ടുപേരുടെയും ഫ്രണ്ട്സ് ഉണ്ടാവുന്നതുകൊണ്ട് രണ്ടാൾക്കും ബോറടിയൊന്നും ഉണ്ടാവില്ല. പോകുന്ന വഴിക്ക് റോഡിൽ നല്ല തിരക്കായാലും കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല മുട്ടം പണി കിട്ടി. റോഡ് നല്ല ബ്ലോക്കായി. റോഡ് പണിയൊക്കെ ഇപ്പോൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ അവസ്ഥ. നമ്മൾ പ്രതീക്ഷിച്ച സമയത്ത് എവിടെ എത്തൂല എന്നുള്ള അവസ്ഥയാണ്. പിന്നെ പോരാത്തതിന് പൊടി പറയേ വേണ്ട. റോഡിൽ ഇറങ്ങിയാൽ പിന്നെ ഫുള്ള് മഞ്ഞ് പെയ്യുന്ന പോലെയാണ്. റോഡൊന്നും കാണാൻ പറ്റില്ല, അത്രയും പൊടിയാണ്. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എത്താൻ കറക്റ്റ് നല്ലോണം ലേറ്റായി. സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് എത്തുമ്പോഴേക്ക് ഇവിടെ പാർക്കിങ്ങിന് സ്ഥലവുമില്ല. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഓഡിറ്റോറിയത്തിനകത്തേക്ക് കയറുമ്പോഴേക്കും മുഹൂർത്തം അങ്ങ് കഴിഞ്ഞിട്ടുണ്ടായിന്. എന്നാലും വലിയ കുഴപ്പമില്ല, എല്ലാവരും അനുഗ്രഹമൊക്കെ കൊടുക്കുന്ന സമയമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് മുകളിൽ കയറിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അശ്വിനും ശ്രീശക്കും ഒരു ഹാപ്പി മാരീഡ് ലൈഫ് വിഷ് ചെയ്യാണ് കേട്ടോ ഈ ഒരു സമയത്ത്. എനിക്ക് നല്ല കോൾഡൊക്കെ പിടിച്ച് നിൽക്കുന്ന സമയമായിരുന്നു. എന്നാലും ശ്രീശനെ കല്യാണ വേഷത്തിൽ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഓടി ചെന്നതാണ്. പിന്നെ ഒട്ടും താമസിക്കാതെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. കുറേ നാളായി നല്ലൊരു സദ്യ കഴിച്ചിട്ട്. എന്തായാലും പോയി ഇരുന്നത് വെറുതെ ആയില്ല. നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ. എല്ലാ കറിയും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എൻ്റെ ഫേവറേറ്റ് കൂട്ടുകറിയാണ് സദ്യയിൽ. നിങ്ങളുടെ ഫേവറേറ്റ് എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ. പിന്നെ അധികം താമസിക്കാതെ നേരെ വീട്ടിലേക്ക് വിട്ടു. നല്ല വെയിലും പോരാത്തതിന് ഇനി വീട്ടിലെത്തിയിട്ട് നല്ലൊരു ഉറക്കം കൂടി ആയ